നഷ്ടം എന്ന കണക്ക് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അവരുടെ ബാലൻസ് ഷീറ്റിൽ ഏതെങ്കിലും എണ്ണ കമ്പനി നഷ്ടമായിട്ടുണ്ടോ? അപ്പൊ പിന്നെ ഈ പറയുന്ന നഷ്ടം ഏതാ? പറയുന്ന നഷ്ടം ഒരു സാങ്കല്പിക നഷ്ടമാണ്. അതായത് ഇത്രയും അവരുടെ ഉൽപ്പന്നം അന്താരാഷ്ട്ര വിലയനുസരിച്ച് വിറ്റാൽ കിട്ടേണ്ട വില ഇവിടെ കിട്ടുന്നില്ലാത്തതാണ്. അന്താരാഷ്ട്ര വില അവിടുത്തെ ചെലവനുസരിച്ചാണ്. ഇവിടെ വില നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ചെലവനുസരിച്ചാണ്. അപ്പൊ ഇല്ലാത്ത ഒരു കണക്ക് പറഞ്ഞ് നഷ്ടമാണെന്ന് വരുത്തി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുവാനുള്ള വലിയ തുകയാണ് വിലയായി നിശ്ചയിച്ചു കൊടുക്കുന്നത്. ഇതിന് മറ്റൊരു വശമുള്ളത്, രാജ്യത്തുള്ള വൻകിട കോർപ്പറേറ്റുകൾ, റിലയൻസ് പോലുള്ളവ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരെ സഹായിക്കൽ കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം. അവർ പാവപ്പെട്ടവരുടെ തലയിൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നു, കോർപ്പറേറ്റുകൾക്ക് വലിയ സഹായം ചെയ്തു കൊടുക്കുന്നു. അതിനെതിരെയാണ് രാജ്യവ്യാപകമായി ഉയർന്നു വന്ന പ്രതിഷേധത്തിന്റെ ഒരു രൂപം എന്ന നിലയ്ക്ക് ഇന്നു മുതൽ എല്ലായിടങ്ങളിലും ആരംഭിച്ചിട്ടുള്ള നിരാഹാര സമരത്തെ നമുക്ക് കാണാൻ കഴിയും. വലിയ തോതിലാണ് ജനങ്ങൾ ആ നിരാഹാര സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടുവരുന്നത്.